ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന എന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ നമ്മുടെ ട്രിവാൻഡ്രത്ത് USTയുടെ ഫ്രണ്ടിൽ തമ്പുരാൻ ബുക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നു. ന്യൂസിലൻഡിലെ ഒരു കപ്പിളും നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ഇന്നോവ ആയിട്ടൊരു ചെറിയൊരു ക്രാഷ് നടന്നു. ദുഃഖകരമായിട്ടുള്ള കുറച്ച് വാർത്ത ആ ഒരു സംഭവത്തിൽ വന്നതെന്ന് വെച്ചാൽ ആക്ച്വലി ഈ 2 വണ്ടിയും തമ്മിൽ കൂട്ടിയിടിക്കുന്ന വീഡിയോ ദൃശ്യം ഞാൻ കണ്ടു. 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ അതിനുശേഷം ഈ ന്യൂസിലൻഡുകാരൻ നമ്മുടെ മലയാളിയെ അടിച്ചു എന്ന് പറയുന്ന ദൃശ്യമൊന്നും ആരും കാണിച്ചു തന്നിട്ടില്ല. അതുണ്ട് എന്ന് പറയപ്പെടുന്നു, പക്ഷെ ചോദിച്ചിട്ട് കാണിച്ചു തന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ആന്ധ്രയിലുള്ള ജോഷാണ് എനിക്ക് ഇവരുടെ നമ്പർ രാവിലെ 8 മണിക്ക് ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്താണ് എനിക്കിങ്ങനെ കോള് വരുന്നത്. ഷൈനി മാം, ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി, അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല, അവർ രണ്ടുപേരും 2023 ട്രിപ്പ് ചെയ്യുന്നതാണ്, അപ്പം എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ താമസിക്കുന്ന തിരുമലയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് ഈ കഴക്കൂട്ടം എത്തുക എന്നുള്ളത് പാടാണ്. ഞാൻ കഴക്കൂട്ടത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ കോൾ ചെയ്തു. 1-2 ഫ്രണ്ട്സിനെയൊക്കെ കോൾ ചെയ്തപ്പോഴൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അവസാനം എനിക്ക് അഷ്കറിനെ കിട്ടി. അഷ്കർ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോകാം. അപ്പോൾ അഷ്കർ അപ്പോൾ തന്നെ സ്പോട്ടിൽ പോയിട്ട് അവരുടെ കൂടെ തുമ്പ സ്റ്റേഷനിൽ പോയി. എൻ്റെ അരുൺ ചേട്ടനെ വിളിച്ചു, ട്രാവൻകൂറിലെ. പുള്ളി എനിക്ക് ഒരു അഡ്വക്കേറ്റ് അരവിന്ദിൻ്റെ നമ്പർ തന്നു. പുള്ളി അവിടെയാണ്, പുള്ളിയുടെ കഴക്കൂട്ടത്താണ് ഓഫീസെന്ന് പറഞ്ഞു. ഞാൻ ഈ വീഡിയോ വന്നതിലെ മെയിൻ റീസൺ, അഷ്കർ ജോലി ഹാഫ് ഡേ ലീവ് എടുത്തു നിന്നു. പക്ഷെ അരവിന്ദ്, എനിക്ക് പറയാൻ വാക്കുകളില്ല, ഒരു അമേസിങ് പേഴ്സൺ. സ്വന്തം കാര്യം പോലും അല്ല, എവിടെയോ കിടന്ന ആരോ ഒരു ഷൈനി ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ ആത്മാർത്ഥമായിട്ട് നിന്ന് ആ കപ്പിൾസിന് വേണ്ടിയിട്ട് തുമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ മുമ്പിലായിരുന്നാലും ഹോസ്പിറ്റലിലായിരുന്നാലും എല്ലാം സ്വന്തം കാര്യം എന്ന പോലെ ചെയ്തു. എനിക്കും കുറച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. ഞാൻ തട്ടിമുട്ടി അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്നുള്ള, അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. അപ്പം അരവിന്ദ്, താങ്ക് യു. നമ്മുടെ ടൂറിസത്തിന് തന്നെ നാണക്കേടുണ്ടാവുന്ന ഒരു രീതിയിലുള്ളൊരു സംഭവമാണ് അന്ന് നടന്നത്. പക്ഷേ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി അരവിന്ദ്, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അന്ന് വൈകുന്നേരം 4:30 മണി വരെ, രാവിലെ 8-8:30 മണിക്കാണ് ഞാൻ അരവിന്ദനെ വിളിക്കുന്നത്. ആ സമയത്ത് 9-9:30 എത്തിയതാണ്. പക്ഷേ വൈകുന്നേരം 4:30 മണി വരെ അരവിന്ദിന് കൊച്ചിയിൽ പോകാനുണ്ടായിരുന്നിട്ട് പോലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു. ഒരു റൈഡേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്രയും വാല്യൂ ഉള്ളതാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്. കുറേ നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു, എങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം.